പ്രശ്നം? അത് ശരി, അപ്പൊ ആരും ഒന്നും അറിഞ്ഞില്ലേ? ഈ ജന്തുവേ ടെറസിന്റെ മോളിൽ നിന്നൊരു വലിയ ചെടിച്ചട്ടി തള്ളിയിട്ട് എന്റെ കർണാടനെ കൊല്ലാൻ നോക്കി. മോളെ, നീയാണോ ആ ചെടിച്ചട്ടി തള്ളിയിട്ടത്? ആണെങ്കിൽ മോള് പറ. അറിയാതെ ആണെങ്കിലും മോള് ചെടിച്ചടി തൊട്ടോ? ഇല്ല, ദിയമ്മള് പട്ടം കുടുങ്ങിയത് എടുത്തേ ഉള്ളൂ. ചെടിച്ചട്ടിയിൽ ദിയമ്മള് തൊട്ടിട്ടോലും ഇല്ല. വന്ദനമ്മയാണ് സത്യം. നൊട്ടാക്കുറുക്കാത്ത കള്ളം പറയുന്നോടി അസത്തെ. സാധാരണ പിള്ളേര് പട്ടം പറത്തുന്നത് താഴെ നിന്നാ. നീ എന്തിനാടി വലിഞ്ഞ് ടെറസിൽ കയറിയത്? കൊലപാതകം ചെയ്യാനുള്ള ഉദ്ദേശത്തോടെ അല്ലേ? സത്യം പറയണം. സത്യം പറഞ്ഞാൽ നിന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കത്തില്ല, അല്ലെങ്കിൽ നിന്നെ ഞാൻ പോലീസിന് പിടിച്ചു കൊടുക്കും. ഇവിടുത്തെ മുത്തച്ഛൻ MLA ആയിരുന്ന ആളാണെന്ന് നിനക്കറിയാലോ. സത്യം പറയടി. അപ്പച്ചി വല്ലത് തെറ്റിദ്ധരിച്ചിരിക്ക. അങ്ങനെ കരുതി കൂട്ടി കൊലപാതകം നടത്താനുള്ള പ്രായമൊന്നും ദിയമോൾക്കില്ല. ആരും ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുമില്ല. അബദ്ധത്തിലെ കൈ ഇങ്ങനെ തട്ടി വീണതായിരിക്കും. ആ തെറ്റിന് ഞാൻ ദിയമോൾക്ക് വേണ്ടി മാപ്പ് ചോദിക്കുന്നു. വേണ്ട, നീ പൂങ്കണ്ണീരും പൊഴിച്ച് മാപ്പ് പറഞ്ഞ് പ്രശ്നം ഒഴിവാക്കാൻ നോക്കണ്ട. നിങ്ങൾ അമ്മയും മോളും ഈ കേസിൽ നിന്ന് അത്ര പെട്ടെന്ന് ഊരി പോകുന്നില്ല. മോള് പറ, ആര് പറഞ്ഞിട്ടാ നീ മുത്തശ്ശനെ കൊല്ലാൻ പ്ലാൻ ചെയ്തത്? ദിയമോളൊന്നും ചെയ്തില്ല ആന്റി. എന്നിട്ട് കള്ളം പറയുന്നോടി. വേണ്ട, അങ്ങനെ ഇല്ലാത്ത കാരണം ഉണ്ടാക്കി കാളിയാട്ടം ആടിയാലൊന്നും ഇവിടെ നിന്ന് ആരും പുറത്തു പോകാൻ പോകുന്നില്ല. എന്റെ ചെലവില് എന്റെ അനിയന്റെ ഭാര്യയ്ക്ക് TV കാഴ്ച ഒരുക്കാൻ എനിക്ക് സൗകര്യപ്പെടില്ല.
അതിന്റെ പേരിലുണ്ടാവുന്ന അനുഭവങ്ങളൊക്കെ ഞാൻ അങ്ങ് അനുഭവിച്ച് തീർത്തോളാം. പ്രകാശേട്ടാ, ഇനിയെങ്കിലും ഒന്ന് അടങ്ങ്. ഒരു കുടുംബമാകുമ്പോ ചില വിട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറാകേണ്ടി വരും. പലതും കണ്ടില്ല കേട്ടില്ല എന്ന് ഭാവിക്കേണ്ടി വരും. നിർത്തടി. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ വളർന്നു വന്നവളുടെ ഉപദേശം. എന്റെ പണം ചെലവാക്കിയിട്ടുള്ള ആഹാരമോ ആഡംബരമോ അർഹതയില്ലാത്തവർ ആരും അനുഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കേട്ടോ? എടാ, കുടുംബത്തിൽ നിന്ന് സമാധാനക്കേട് ഉണ്ടാക്കിയാലേ നിനക്ക് തൃപ്തിയാവും അല്ലേ? കുടുംബം തൊലയ്ക്കാനാണോ നിന്റെ ഉദ്ദേശം? കുടുംബം തൊലയ്ക്കാനുള്ള വഴി തുറന്നിട്ടതേ നിങ്ങൾ രണ്ടുപേരുവാ. മക്കളായ ഞങ്ങൾ 5 പേർക്കും തുല്യമായി അവകാശപ്പെട്ട പണം ഒരു തെമ്മാടിക്ക് മാത്രം നശിപ്പിക്കാൻ എറിഞ്ഞുകൊടുത്തത് അച്ഛനല്ലേ? അതിന് കൂട്ടുന്നത് അമ്മയും. ഈ കുടുംബത്തിന്റെ താളം അവിടെ മുതൽ തെറ്റി.